ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. അപ്പൊ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നടന്നുകൊണ്ട് നിൽക്കുന്നത്. ഇനി മാത്സ് ഒക്കെയാണ് വരാൻ പോകുന്നത് അല്ലേ. അപ്പൊ മാത്സിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. മക്കൾ എല്ലാവരും അടിപൊളിയായിട്ട് ഈ ഒരു ക്ലാസ് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാം. എന്നിട്ട് ഈ ഒരു ചോദ്യം എന്തായാലും പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ കേട്ടോ. അപ്പൊ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഘടകങ്ങൾ അഥവാ ഫാക്ടേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഫാക്ടേഴ്സുമായിട്ടുള്ള എന്തായാലും ചോദിക്കുന്ന ചോദ്യമായിരിക്കും ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ടോപ്പിക് ആരും വിട്ടിട്ട് പരീക്ഷയ്ക്ക് പോകരുത്. എല്ലാവരും പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കാണ്. വളരെ സിമ്പിൾ ആയ ടോപ്പിക്കുമാണ് അല്ലെ. പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായ ഒരു ടോപ്പിക്കുമാണ്. അപ്പൊ എന്താണ് ഇന്നത്തെ ആ ഒരു ചോദ്യം എന്ന് നമുക്ക് നോക്കാം അല്ലെ. മക്കളെല്ലാവരും കാണുന്ന പോലെ 25 വരെ എഴുതിയ കുറച്ച് സംഖ്യകൾ എഴുതിയ ഒരു ചാർട്ട് ഇവിടെ തന്നിട്ടുണ്ട്. 1 to 25 വരെ നമ്പേഴ്സ് ഉള്ള ഒരു ചാർട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യയായ 1 എത്ര ഘടകങ്ങളുണ്ട്? 1 എന്ന് പറഞ്ഞ നമ്പറിന് എത്ര ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് നമ്മളുടെ ചോദ്യം അല്ലെ. മക്കളെ ഏത് നമുക്ക് അറിയുന്ന കാര്യമാണല്ലേ. 1 ഒരൊറ്റ ഫാക്ടറേ ഉള്ളൂ അല്ലെ. 1 യെസ് 1 ഫാക്ടർ മാത്രമേ ഉള്ളൂ. കാരണം എന്താണ്? 1 ഗുണം 1 ചെയ്താൽ മാത്രമേ നമുക്ക് 1 കിട്ടുള്ളൂ. അപ്പൊ 1 ഒരൊറ്റ ഫാക്ടറേ ഉള്ളൂ. ഒരൊറ്റ ഘടകമാണ് 1 അത് 1 തന്നെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ പഠിച്ച കാര്യങ്ങളാണ് അല്ലെ. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം എന്താണ് എന്ന് നോക്കാം. ചാർട്ടിൽ കാണുന്ന സംഖ്യകളിൽ 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകൾ ഏതൊക്കെ? 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ നമ്മൾ 4 എടുക്കുകയാണെങ്കിൽ 4 ഗുണം 1 4 പിന്നെ എങ്ങനെയൊക്കെ നമുക്ക് 4 കിട്ടാം? 2 ഗുണം 2 ചെയ്താൽ 4 2 into 2 ചെയ്താൽ നമുക്ക് 4 കിട്ടാം. അപ്പൊ 4ന്റെ ഫാക്ടേഴ്സ് അഥവാ 4ന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 1 2 4. അപ്പൊ 4 എന്താണടാ? ഓപ്ഷൻ ബിയിലെ ഒരു ഉത്തരം എന്ന് പറയുന്നത് 4 അല്ലെ. 4ന് 2ൽ കൂടുതൽ ഘടകങ്ങളുണ്ട്. 2ലധികം ഫാക്ടേഴ്സ് ഉണ്ട് നമ്മളുടെ 4ന്. അടുത്ത സംഖ്യയോ 6 എടുത്തു നോക്കാം. 6 എന്ന് പറയുന്നത് 6 into 1 6 ആണ്. 2 into 3 എന്ന് പറയുന്നതോ 6 ആണ്. അപ്പൊ ഇത്ര ഫാക്ടേഴ്സ് ഉണ്ടടാ. 1 2 3 6 ഇത്രയും ഫാക്ടേഴ്സ് നമ്മളുടെ 6നുണ്ട്. അപ്പോ 6നെയും നമുക്ക് എഴുതാം അല്ലെ. അടുത്തതോ 7 എടുക്കാൻ പറ്റുമോ? ഇല്ല. 1 into 7 ചെയ്താൽ നമുക്ക് 7 മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് 7 ഇല്ല എന്ന് നമുക്ക് മനസ്സിലാകും. ഇനി അടുത്തത് 8 എടുക്കാം. 1 into 8 എന്ന് പറയുന്നത് 8 ആണ്. 2 into 4 എന്ന് പറയുന്നത് 8 ആണ്. അപ്പൊ 8 ഉണ്ട് നമ്മളുടെ ഈ ഒരു ലിസ്റ്റിൽ അല്ലെ. പിന്നെ 9 വരില്ലേ. 1 into 9 എന്ന് പറയുന്നത് 9 ആണ്. 3 into 3 എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ 1 3 9 എന്ന് പറഞ്ഞ് 3 ഫാക്ടേഴ്സ് നമ്മളുടെ 9 ഉണ്ട്. സെറ്റ് ആയിട്ട് 9ഉം ഇതിൽ വരും. പിന്നെ 10 വരും അല്ലെ. 10 into 1 10 ആണ്. 2 into 5 10 ആണ്. പിന്നെയോടാ പിന്നെ 12 വരും. അതുപോലെ 14 വരും. പിന്നെ 15 വരും. 15 എങ്ങനെയാണ് വന്നത്? 1 into 15 15 ആണ്. അതുപോലെ 3 into 5 എന്ന് പറയുന്നത് 15 ആണ്. അപ്പൊ 1 3 5 15 എന്ന് പറഞ്ഞ് അത്രയും ഫാക്ടേഴ്സ് നമ്മളുടെ 15 ഉണ്ട്. അപ്പൊ 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ആയില്ലേ 15. അപ്പൊ 15 വന്നിട്ടുണ്ട്. അടുത്തതോ 16 വരും. പിന്നെ 18 ഉണ്ടാകും. പിന്നെയോ 20 വരും. 21 വരും അല്ലെ. 21 എങ്ങനെയാണ്? 1 to 21 7 into 3 21 ആണ്. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ ക്ലിയർ ആണെങ്കിൽ നമുക്ക് ആലോചിക്കാതെ തന്നെ പെട്ടെന്ന് നമുക്ക് എഴുതി പോകാട്ടോ. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് ഇതിന്റെ ബേസിക് ഫാക്ടർ. പിന്നെ 21 കഴിഞ്ഞാലോടാ 21 കഴിഞ്ഞാൽ 22 വരും. പിന്നെയോ 24ഉം 25ഉം അങ്ങനെ എത്ര എണ്ണം ഉണ്ട് നമുക്ക് കിട്ടി? അതേ സംഖ്യകളിൽ 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? നമുക്ക് എത്ര എണ്ണം കിട്ടി? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 15 എണ്ണം ഉണ്ട്. 1 മുതൽ 25 വരെ 2ൽ കൂടുതൽ ഘടകങ്ങളുള്ള സംഖ്യകൾ 15 എണ്ണമാണ് ഉള്ളത് എന്ന് നമുക്ക് കിട്ടിയല്ലേ. ഇനി സി എടുത്തു നോക്കിയാലോ. ചാർട്ടിലെ അഭാജ്യ സംഖ്യകൾ ഏതൊക്കെ? പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണ് എന്നാണ് നമ്മളുടെ ചോദ്യം. ഇത് എന്താണ് നമ്മൾ ഉത്തരം കൊടുക്കുന്നത്? സിയുടെ ആൻസർ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അതേടാ നിങ്ങൾ എല്ലാവരും കാണുന്ന പോലെ തന്നെ ആദ്യം തന്നെ 2 വരും അല്ലെ. കാരണം 1 into 2 is equal to 2. വേറെ ഒരു രീതിയിലും നമുക്ക് 2നെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടില്ല. പ്രൈം നമ്പേഴ്സ് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചത്. അഭാജ്യ സംഖ്യകൾ ഏതാണെന്നാണ് ചോദിച്ചത്. 2 കഴിഞ്ഞാൽ പിന്നെ 3 വരും അല്ലെ. പിന്നെയോ പിന്നെ 5 പിന്നെ 7 പിന്നെ ഏതാണ്? 11 വരും. പിന്നെ 13 വരും. പിന്നെ 17 വരും. ഇപ്പൊ എത്ര സംഖ്യകളായില്ലേ? ഇപ്പൊ 2 വന്നു, 3 വന്നു, 5 വന്നു, പിന്നെ 7 പിന്നെ 11 13 17 അതുപോലെ 19 വരും. പിന്നെയോ ബാക്കി എല്ലാം പ്രൈം നമ്പേഴ്സ് ആണല്ലേ. 20 പ്രൈം നമ്പേഴ്സ് അല്ല അല്ലെ. 20 21 22 23യും കൂടെ വരും. ഇത്രയും സംഖ്യകളാണ് പ്രൈം നമ്പേഴ്സ് ആയിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെയാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്? 2 3 5 7 11
13, 17, 19, 23 എന്ന് പറഞ്ഞ ഈ നമ്പേഴ്സ് ആണ് നമ്മളുടെ പ്രൈം നമ്പേഴ്സ്. അപ്പൊ ഇത്രയേ ഉള്ളൂ മക്കളെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. എല്ലാവർക്കും എക്സാമിന് ഓൾ ദി ബെസ്റ്റ് നേർന്നുകൊണ്ട് മിസ് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.